നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് ജയസാധ്യതയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു. തീരദേശത്ത് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ആ വോട്ട് കൂടി കിട്ടിയാൽ അദ്ദേഹം തീർച്ചയായും ജയിക്കുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. അവിടെ ആരു ജയിച്ചാലും ചെറിയൊരു മാർജിനിൽ മാത്രമേ ജയിക്കൂ എന്നാണ് കരുതുന്നതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന വിലയിരുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ശക്തമാകുന്നുണ്ട്. 2019 അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറിനും BJPക്കുമാണ് ഗുണം ചെയ്യുകയെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനം കോൺഗ്രസിന്റേതാണെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഉദാഹരണത്തിന് കോവളത്ത് BJPക്ക് കാര്യമായ വോട്ട് ബേസേ ഇല്ല. അവിടെ 7% വോട്ടുകളുടെ കുറവുണ്ട്. ഇത് തീർച്ചയായും കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയും കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്തതോടെ രാജീവ് ചന്ദ്രശേഖർ നേട്ടം കൈവരിച്ചു തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന ആത്മവിശ്വാസം പലരും പങ്കുവെക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി 1.5 മാസത്തെ പരസ്യ പ്രചരണം അവസാനിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റേത് സ്ഥാനാർത്ഥിയെ പോലെ ആദ്യ മണ്ഡലത്തിലേക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ പോലെ ആയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. ഒന്നാമത് കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ഇമേജ്, അതിനുമപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ അറിഞ്ഞപ്പോഴുണ്ടായ ഒരു ഇമേജ്, അതിനുമപ്പുറം ശശി തരൂരിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി എന്ന ഇമേജ്. ഇത്രയും കാലം ശശി തരൂർ പിടിച്ചു നിന്നത് ശശി തരൂരിന്റെ ലാംഗ്വേജ് ഫ്ലുവൻസിയും മറ്റും കൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ശശി തരൂരിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പറയുന്ന വാക്കുകൾ അതേപടി നടപ്പാക്കുന്ന ഒരു സ്ഥാനാർത്ഥി. അത്തരമൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏവരും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണക്കുകൂട്ടൽ.